के लिए हम एक परमेश्वर के कलाम से एक वचन पढ़ेंगे। रोमालेखनम 8ാം അധ്യായത്തിന്റെ 38-39 വാക്യങ്ങൾ। रोमियो की पत्री 8वां अध्याय उसका 38 और 39 वचन। മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു। कोई भी एक चिन्ह पढ़ने में सहायता करें। रोमियो की पत्री 8वां अध्याय उसका 38 और 39 वचन को, क्योंकि मैं निश्चय जानता हूं कि ना मृत्यु ना जीवन ना स्वर्गदूत ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാള് മൈക്രോഫോൺ എടുത്ത് ഈ വായിക്കുമ്പോൾ വേദഭാഗം പറയുന്നത് I got to read it. यहाँ पर कोई भी जन एक जन बाइबल लेकर जब कलाम से कहा जाता है आप पढ़ेंगे, अभी पढ़ लेंगे। क्योंकि मैं निश्चय जानता हूं कि न मृत्यु न जीवन न स्वर्गदूत न प्रधानताएं न वर्तमान न भविष्य न सामर्थ्य न ऊंचाई न गहराई और न कोई और सृष्टि हमें परमेश्वर के प्रेम से जो हमारे प्रभु यीशु मसीह में है अलग कर सकेगी। റോമയിലുള്ള ദൈവസഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതി തുടങ്ങുമ്പോൾ रोमियो की कलीसिया को जब प्रेरित पौलुस पत्री लिखता है 8ാം അധ്യായത്തിന്റെ 35ാമത്തെ വാക്യത്തിൽ താൻ ഒരു ചോദ്യം ചോദിക്കുന്നതിന് താൻ തന്നെ മറുപടി പറയുകയാണ്। 8वें अध्याय के 35 वचन में एक सवाल पूछता है और उसका जवाब वो खुद ही दे रहा है। 35ാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നു, और 35 वचन में वो ऐसा पूछता है, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? कौन हमको मसीह के प्रेम से अलग करेगा? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? क्या क्लेश या संकट या उपद्रव या अकाल या नंगाई या जोखिम या तलवार? കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ എന്താണ് വേർപിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് താൻ തന്നെ മറുപടിയാണ്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു। और पौलुस कहता है, कौन हमको परमेश्वर के प्रेम से अलग करेगा? इस प्रकार सवाल पूछने के बाद वो जवाब में इस प्रकार कहता है, क्या क्लेश या संकट या उपद्रव या अकाल या नंगाई या जोखिम या तलवार या कोई भी संसार की बातें क्या मसीह के प्रेम से मुझे अलग कर सकती है? എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഡിക്ലറേഷൻ, ഒരു പ്രഖ്യാപനമാണ്। और वो इस प्रकार से जो बात को स्थापित करता है वो इसकी घोषणा है। ഈ ദൈവമനുഷ്യൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വിളംബരം ചെയ്യുന്നതിന്റെ പിന്നിൽ തനിക്ക് ലഭിച്ച വലിയ ഒരു വെളിപ്പാടാണ് കാരണം। ये परमेश्वर का जन ये बड़ी घोषणा करने के पीछे उसे जो मिला एक बड़ा प्रकाशन है, यही कारण है। ഈ വാഴമായ വ്യക്തമായ സ്പഷ്ടമായ വെളിപ്പാടില്ലാതെ ഒരു വ്യക്തിക്കും യേശുക്രിസ്തുവിനെ പിൻപറ്റാൻ കഴിയില്ല। एक स्पष्ट तौर पर एक प्रकाशन के बगैर कोई भी व्यक्ति प्रभु यीशु मसीह का अनुसरण नहीं कर सकता है। ഇന്ന് നമുക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ഒരു സാമ്പത്തിക ലാഭത്തിനോ നമുക്ക് ലഭിക്കുന്ന എന്താ പറയുന്ന ഒരു ഭവനത്തിനോ അല്ലെ വില കൂടിയ കാറിനോ നല്ല ഒരു ജോലിക്കോ വേണ്ടി നമുക്ക് ഒരിക്കലും യേശുക്രിസ്തുവിനെ പിൻപറ്റാൻ കഴിയില്ല। आज हमें मिलने वाली धन संपत्ति या एक अच्छा नौकरी या एक व्यापार या कोई भी ऐसी बात के लिए हम यीशु मसीह के पीछे उसका अनुसरण करने को जा नहीं सकते हैं। ഈ തനിക്ക് ലഭിച്ച ഒരു വെളിപ്പാട്, ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഇങ്ങനെ ഒരു കാര്യം താൻ പ്രഖ്യാപിക്കുന്നത്, താൻ പ്രൊക്ലെയിം ചെയ്യുന്നത്, താൻ ഡിക്ലെയർ ചെയ്യുന്നത്। और उसे मिली एक प्रकाशन के तौर पर ही वह इस बात की घोषणा कर रहा है, उसके विषय में कह रहा है, उसका प्रचार कर रहा है। ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ തനിയെ വാഹനം ഓടിച്ച് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം കേരളത്തിന് പരിചയപ്പെടുത്തി ഏകദേശം 475 സെമിനാറുകൾ ഞാൻ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്। यदि मैं अपने विषय में कहूंगी तो केरल से लेकर कन्याकुमारी तक इंटरनेट का परिचय कराने के लिए स्वयं वाहन चलाकर मैं 447 स्थानों पर जाकर इसका परिचय मैंने कराया। 1986 ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് അഥവാ DTP എന്ന സംവിധാനം കേരളത്തിന് പരിചയപ്പെടുത്തുന്നത് ഞാനാണ്। और केरल में जो डेस्कटॉप DTP का परिचय भी मैंने ही कराया है। കേരളത്തിന്റെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എനിക്ക് ഓഫീസുകൾ ഉണ്ടായിരുന്നു। केरल के हर एक जिलों में मेरे ऑफिस है। എനിക്ക് സ്വന്തമായ ഓഫീസുകൾ
ഓഫീസുകൾ കൊച്ചിയിലും കോട്ടയത്തും ഉണ്ടായിരുന്നു. स्वयं का ऑफिस कोचीन और कोटयम में मेरे पास था. എനിക്ക് എക്സ്പോർട്ട് ഉണ്ടായിരുന്നു. मेरे पास एक्सपोर्ट भी थे. എനിക്ക് ട്രാവൽ ഡിവിഷൻ ഉണ്ടായിരുന്നു. ഏകദേശം 12-14 വാഹനങ്ങൾ സ്വന്തമായി ഉണ്ടായിരുന്നു. ट्रैवल डिवीजन भी मेरे पास थे और 12-13 वाहन भी मेरे स्वयं के थे. എന്നാൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ച് വ്യക്തമായ ഒരു ദർശനം, ഒരു വെളിപ്പാട് എന്റെ ഹൃദയത്തിൽ ലഭിച്ചപ്പോൾ എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ഛേദമെന്ന് എണ്ണിയിട്ട് ഈ പുസ്തകമായി ഞാൻ ഇറങ്ങാൻ കഴിയും. लेकिन क्रूसित हुआ उस यीशु मसीह के विषय में व्यक्त एक प्रकाशन जब मेरे हृदय में मिला तो मुझे जो कुछ लाभ लगता था उस सब को मैंने कूड़ा करकट समझ लिया और उसे त्याग दिया. ഞാൻ യേശു കർത്താവിനെ കണ്ടുമുട്ടിയ പ്രാരംഭ വർഷങ്ങളിൽ ആദ്യത്തെ 5 വർഷം എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള കാലഘട്ടമായിരുന്നു. और जब मैं यीशु मसीह से मिली उसी समय से मेरे शुरुआती 5 वर्ष मेरे जीवन के बहुत क्लेश भरे वर्ष थे. ഞാൻ ഉണ്ടാക്കിയെടുത്ത ബിസിനസ് സാമ്രാജ്യം വിട്ടിട്ട് ഒരു ഭ്രാന്തിയെ പോലെ ഞാൻ യേശുവിന്റെ പുറകെ ഓടാൻ തുടങ്ങി. मैंने जो बिजनेस के उस साम्राज्य की स्थापना की थी उसको छोड़कर मैं एक पागल के समान प्रभु यीशु मसीह के पीछे चलने लगी. ബാങ്കുകാരൻ എന്നോട് പറഞ്ഞു, മാഡത്തിന് എന്തു സംഭവിച്ചു? ഈ ബാങ്കിലെ ഏറ്റവും നല്ല അക്കൗണ്ട് മാഡത്തിന്റെ ആയിരുന്നു, ഇപ്പോൾ ഇതിന് എന്താ സംഭവിക്കുന്നത്? और बैंक वालों ने कहा कि मैडम आपको क्या हो गया है? बैंक में सबसे अच्छा अकाउंट आपका था. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ പറഞ്ഞു, മാഡത്തിന് എന്തു സംഭവിച്ചു? മാഡം പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. और बैंक वालों ने कहा कि मैडम आपको क्या हो गया है? आप प्रार्थना करना शुरू की है तब से हमारे इधर समस्या शुरू हो गई. കേരളത്തിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള 4 വനിതകളിൽ ഒരാളെന്ന ഇന്ത്യ ടുഡേ 1995 എന്നെ കുറിച്ച് അവരുടെ ആനുവൽ മാഗസിൻ ബിസിനസ് സപ്ലിമെന്റിൽ എഴുതി. और 1995 में 4 पत्रिकाओं में से एक बड़ी पत्रिका इंडिया टुडे ने वह मेरे बिजनेस के विषय में सप्लीमेंट लिखा. ടെക്നിക്കൽ എക്സലൻസിന് അമേരിക്കയിൽ നിന്ന് എനിക്ക് അവാർഡ് ലഭിച്ചു. और अमेरिका से भी टेक्निकल बातों के विषय में मुझे अवार्ड प्रदान हुआ. ഇത്രമാത്രം ഓടി ഞാൻ നേടിയെടുത്തതൊക്കെ വിട്ടിട്ട് ഈ യേശു കർത്താവിന്റെ പുറകെ ഞാൻ പോകുന്നത് കണ്ടിട്ട് എന്റെ വീട്ടിലുള്ളവർ ചോദിച്ചു, എന്താ സംഭവിക്കുന്നത്? इतना सब हासिल करने के बाद उसे छोड़कर यीशु प्रभु के पीछे जाने पर मेरे घर वालों ने पूछा कि ये तेरे साथ क्या हो रहा है. അപ്പോസ്തലൻ പൗലോസ് ഗലാത്യയിലുള്ള ദൈവസഭയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ. और प्रेरित पौलुस जब गलातियों को पत्र लिखता है वो कहता है कि हम उस मसीह का प्रचार करते हैं जो क्रूस में है. ഈ ലേഖനങ്ങളിലൂടെ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുമ്പോൾ और क्रूसित हुए उस मसीह के विषय में जो पत्रियों के द्वारा पौलुस हमसे कहता है അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തരുന്ന ഒരു ഉറപ്പുണ്ട്. तो वो हमारे हृदय के आंतरिक भागों में आने वाली एक निश्चयता है. അത് ഏതെങ്കിലും ഒരു ദൈവദാസൻ നമ്മുടെ തലയിൽ കൈവച്ചൊരു ആലോചന പറഞ്ഞിട്ടല്ല. वो कोई भी प्रभु का दास हमारे सिर पर हाथ रखकर संदेश बताने से नहीं അത് होता. ഏതെങ്കിലും എവിടെ ഒരു പ്രസംഗം കേട്ടിട്ടല്ല. और कहीं भी एक प्रचार सुनने के बाद भी नहीं ഹൃദയത്തിന്റെ होता. ആഴങ്ങളിലേക്ക് നമുക്ക് വരച്ചു കിട്ടുന്ന ഒരു വെളിപ്പാടിൽ നിന്ന് നമുക്കത് പറയാൻ കഴിയും, പൗലോസിനെ പോലെ എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. और हृदय की गहराई के आंतरिक भागों से हम उस बात को कह सकते हैं जैसा पौलुस ने कहा, मैं इसकी निश्चयता करता हूँ. നമ്മുടെ കർത്താവായ ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. और मसीह के प्रेम से हमें कौन अलग कर सकता है, इस बात को मैं जानता हूँ. ഈ ഉറപ്പ് എനിക്കാ വേണ്ടത്. ये निश्चयता मुझे चाहिए. പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകനല്ല ഉറപ്പ് വേണ്ടത്, വിശ്വസിക്കുന്ന എന്റെ അകത്തളങ്ങളാണ് ഈ ഉറപ്പ് വേണ്ടത്. प्रचार करने वाले प्रचारक को ये निश्चयता नहीं, लेकिन विश्वास करने वाले मेरे हृदय में ये निश्चयता होनी है. ആദ്യത്തെ 5 വർഷം കൊണ്ട് എന്റെ ബിസിനസ് പതിയെ അടച്ചുപൂട്ടാൻ തുടങ്ങി. और शुरुआती 5 वर्षों में मेरा व्यापार जो है आधा से ज्यादा वो खत्म हो गया. ഞാൻ ഭയങ്കരമായ ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നുപോയി. और मैं बहुत ही ज्यादा आर्थिक तंगी से होकर गुजरने लगी. എന്റെ ഹെൽത്ത് അഫക്റ്റഡ് ആകാൻ തുടങ്ങി. मेरे स्वास्थ्य में भी गड़बड़ी होना शुरू हो ആളുകൾ गई. എന്നെ ഒരുമാതിരി എന്താ പറയുന്ന സംശയ ദൃഷ്ടിയോടുകൂടെ കാണുവാൻ തുടങ്ങി. और लोगों ने बड़े ही संदेह दृष्टि से मुझे देखना शुरू किया. ഉന്നതമായ കുടുംബം എന്ന് പറഞ്ഞ എന്റെ കുടുംബത്തിലുള്ളവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ
കഴിഞ്ഞില്ല. और उन्नत परिवार के मेरे लोग अब मुझे ग्रहण नहीं कर पा रहे थे. പക്ഷെ ഒരു ദിവസം എല്ലാ ദിവസവും ഞാൻ മുഴങ്കാലിൽ നിന്ന് ഒരു കാര്യം തമ്പുരാനോട് പറയും. और रोज मैं घुटने में होकर प्रभु से एक ही बात को कहती थी, നീ എന്നെ കൊന്നാലും ഞാൻ നിന്നെ വിട്ടുപോകത്തില്ല. यदि तू मुझे मार दे तो भी मैं तुझे छोड़कर नहीं ഹല്ലേലൂയ. നീ എനിക്ക് जाऊंगा. വേണ്ടി കാൽവറി ക്രൂശിൽ എന്ത് ചെയ്തെന്നുള്ളത് എനിക്കറിയാം. എന്നെ ഇത് നിന്നിൽ നിന്ന് അകറ്റാൻ ഒന്നിനും കഴിയത്തില്ല. तूने कलवरी क्रूस पर मेरे लिए क्या किया है ये मैं जानती हूँ, इसलिए कोई बात मुझे तुझसे अलग नहीं कर सकती. പട്ടിണി ആയിക്കോട്ടെ, കഷ്ടതയായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, മനുഷ്യരുടെ നിന്ദയായിക്കോട്ടെ, പരിഹാസമായിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഒന്നിനും കഴിയുകയില്ല. चाहे भूख हो, चाहे गरीबी हो, नंगाई हो, जोखिम हो, कोई भी बात हो, तेरे प्रेम से मुझे अलग नहीं कर सकती. हालेलुया, हालेलुया, ആമേൻ. आमीन. ഇത് പറയാൻ ഈ മനുഷ്യനൊരു കാരണമുണ്ട്. और ये बोलने के लिए इस मनुष्य के जीवन में एक कारण है, ഒരു ഭയങ്കര സത്യം, एक भयंकर सच्चाई, ഒരു ഭയങ്കര മർമ്മം एक बहुत बड़ा भेद ദൈവത്തെ കുറിച്ച് परमेश्वर के विषय में. ദൈവമാണ് ഈ മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുന്നത്. परमेश्वर इस मनुष्य को बता कर दे रहा It's है. a revelation from God by God. ये प्रकाशन परमेश्वर की ओर से है और परमेश्वर का है. Hallelujah. हालेलुया. അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്, നോക്കിക്കേ, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നത്, इसलिए ये रोमियो की पत्री 8वें अध्याय उसके 16 वचन में लगता है, वो कह रहा है, വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ और जो प्रकट होने वाली उस तेज के विषय में हम सोचे ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. तो इस समय का ये दुख कुछ भी नहीं है. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. और प्रभु यीशु मसीह के द्वारा प्रकट होने वाली उस तेज को यदि हम याद करें तो इस संसार का क्लेश कुछ भी नहीं. അതൊരു മനുഷ്യൻ പറയണമെങ്കിൽ വെളിപ്പെടാനുള്ള തേജസ്സിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു വെളിപ്പാട് വേണം. यदि एक मनुष्य कहना है तो प्रकट होने वाली उस महिमा के विषय में एक व्यक्ति कहना ഇന്ന് है. നമ്മുടെ ഈ ആധ്യാത്മിക അല്ലെങ്കിൽ സ്പിരിച്വൽ മേഖലകളിലൊക്കെ ഒത്തിരി മൂല്യച്യുതി സംഭവിക്കുന്നതിന്റെ കാരണം आज हमारी आत्मिक क्षेत्र में बहुत ज्यादा क्षति होने का कारण ഈ വെളിപ്പെടാനുള്ള തേജസ്സിനെ കുറിച്ചുള്ള വെളിപ്പാട് ഇല്ലാതിരിക്കുകയും प्रकट होने वाले उस प्रकाशन जो नहीं है, इसलिए യേശുക്രിസ്തുവിനെ ഇവിടെയുള്ള ഭൗതിക നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണമാക്കി മാറ്റുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. यीशु मसीह इस संसार में भौतिक वस्तुएं देता है ऐसा बताने वाले उपकरण के रूप में बदल गए हैं. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ആമേൻ. आमीन. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മോനോട്, ഹീസ് എ പാസ്റ്റർ ഓഫ് അവർ ചർച്ച്, ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം ഷെയർ ചെയ്യും. मैं आज अपने सुबह अपने बेटे से जो पास्टर है और हमारी कलीसिया का है, इसलिए मैंने उनसे बातचीत करते समय इस प्रकार कहा. ഞങ്ങള് താമസിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ജാതികളുടെ ഒരു മണ്ഡലമാണ്. और हम जिस स्थान पर रहते हैं वो जातियों का एक स्थान है. ഞാൻ പറഞ്ഞു, മോനെ, ഒരു പക്ഷേ നമ്മൾ ചോദിക്കും എന്തിനാ നമ്മൾ ഇവിടെ ജനിച്ചത്. और मैं ने कहा, बेटा हो सकता है तुम पूछोगे कि हम यहाँ क्यों पैदा हुए. ദൈവം നമ്മളെ ഇവിടെ അയച്ചത് നമ്മളെ വിശ്വസ്തരെന്ന് ദൈവം എണ്ണിയിട്ടാ. परमेश्वर ने हमें जो स्थान पर भेजा है उसने हमें विश्वास योग्य जाना इसलिए भेजा है. നമ്മളുടെ ഹാർഡർ ദ ടാസ്ക് ഈസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ദ മോർ ഫെയ്ത്ത് ഗോഡ് ഹാസ് ഇൻ യു എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ സാരാംശം. എത്ര കൂടുതൽ കഷ്ടം അനുഭവിക്കുന്നു അത്ര കൂടുതൽ ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു ഉറപ്പുണ്ട്. और जितना ज्यादा हम क्लेश को सहते हैं उतना ज्यादा परमेश्वर का आपके प्रति एक योजना है, ये इसका सार है. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ശിമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റുന്നതിന് എന്നോട് കൽപ്പന ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. और प्रभु यीशु ने पतरस से कहा, हे पतरस, हे शिमोन, तुझे जो शैतान फटकता है उसे उसके विषय में मैं नहीं जानता. ഒരു പ്രതികൂലം വരുമ്പോൾ ആര് പിടിച്ചു നിൽക്കത്തില്ലെന്ന് ദൈവത്തിന് നല്ല വ്യക്തമായി അറിയാം. एक विपरीत परिस्थिति जो आती है उसको एक विपरीत परिस्थिति जो आती है उसमें कौन पकड़ कर रुकता है और कौन नहीं रुकता है उसे ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു ഹാർഡ് ടൈം വരുമ്പോൾ
എത്രമാത്രം പിടിച്ചു നിൽക്കുമെന്ന് ഓരോ വ്യക്തികളെ കുറിച്ചും ദൈവത്തിന് അറിയാം. और एक प्रतिकूल परिस्थिति जब आती है तो उसमें एक व्यक्ति किस प्रकार से स्थिर रहेगा इसे परमेश्वर भली भांति जानता है. ഞാൻ പറയും, നമ്മളിപ്പോ ലോകപ്രകാരം നോക്കിക്കേ, നമുക്കൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് നമ്മൾ ഒരാളെന്ന് വിചാരിച്ചാൽ നമ്മളൊരു അസൈൻമെന്റ് വരുമ്പോ ഇങ്ങനെ ചിന്തിക്കും, അത് ആരെ അയക്കേണ്ടത്. देखिए सोच लीजिए एक कंपनी है और कंपनी के हम मैनेजर हैं और उसमें कोई बात आती है तो हम ये विचार करते हैं कि उसमें किसको भेजना है. നമ്മൾ പറയും ഇന്ന ആളാണ് ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ ടു ഹാൻഡിൽ ദാറ്റ് സിറ്റുവേഷൻ. ആ സാഹചര്യം കൈകാര്യം ചെയ്യാൻ ഏറ്റവും നല്ല കഴിവുള്ള ആൾ ഇന്നാരാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പുണ്ടെങ്കിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു അസൈൻമെന്റ് അയാളെ മാത്രമേ നമ്മൾ ഏൽപ്പിക്കുകയുള്ളൂ. और हमारे हृदय में यदि विचार आता है कि हाँ ये इस कार्य को ये व्यक्ति कर सकता है तो सबसे ज्यादा कठिन बात को करने के लिए, असाइनमेंट को करने के लिए हम उस व्यक्ति को चुनाव करके भेजते हैं. ഞാൻ ഇതിനോട് ചേർത്തൊരു കാര്യം പറയാം, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. इससे मिलती जुलती एक बात को मैं आपसे कहना चाहती हूँ, आपको समझ आएगा कि मैं नहीं जानती. നമ്മൾ ശമൂവേലിന്റെ പുസ്തകം എടുത്ത് ഹന്നയെ കുറിച്ച് പഠിക്കുമ്പോൾ और शामिल की किताब में जब हम हन्ना के विषय में കാരണം देखते അങ്ങനെ हैं ഒരു ദൂത് അങ്ങ് കയറി വരിക, और एक संदेश वहाँ पर आ ആ रहा ദൂത് है പെട്ടെന്ന് ഇങ്ങനെ വന്നത് കൊണ്ട് ഞാൻ അങ്ങ് സംസാരിക്കുക. और जल्दी से वो संदेश आ रहा है इसलिए मैं आपसे बातचीत कर रही हूँ. നമുക്കറിയാം ഹന്നായും പെനീനയും നോക്കിക്കേ എൽക്കാനയുടെ രണ്ട് ഭാര്യമാരാണ്. हमें मालूम है कि एल्काना की दो पत्नियां हन्ना और पनिन्ना है പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നായിക്ക് മക്കളില്ല. और पनिन्ना के संतान है, हन्ना को संतान नहीं है. എൽക്കാനയ്ക്ക് ഹന്നയോട് ഭയങ്കര സ്നേഹമാണ്. और एल्काना हन्ना से बहुत ज्यादा प्यार भी എൽക്കാന करती है. ഹന്നയോട് പറയുന്നുണ്ട്, എനിക്ക് നിനക്ക് 10 മക്കൾ ഉള്ളതിലും ഭേദമാണ് ഞാന്. और हन्ना से कहता है कि मैं एल्काना कहता है कि मैं तेरे 10 बच्चों से भी बढ़कर हूँ. എന്നാൽ തിരുവഴുത്തിൽ ഇങ്ങനെയാ പറയുന്നത്, लेकिन परमेश्वर के कलाम में ऐसा യഹോവ कहता അവളുടെ है ഗർഭം അടച്ചു. यहोवा ने उसके गर्भ को बंद कर അവളുടെ दिया. പ്രതിയോഗി അവളെ പലപ്പോഴും വ്യസനിപ്പിക്കാൻ തക്കവണ്ണം അവളെ മുഷിപ്പിച്ചു. उसकी विरोधी कई बार उसे तकलीफ देती थी. അങ്ങനെ പലപ്പോഴും ഇവള് സങ്കടം കൊണ്ട് കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തു. इस प्रकार कई बार वो दुख के साथ रोती और भोजन किए बगैर रहती थी. എന്നാൽ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ लेकिन एक दिन जब हम ये पढ़ते हुए आते हैं ഭക്ഷണം കഴിക്കുകയും തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം और भोजन खाने के और पीने के पश्चात ഈ ഹന്ന എഴുന്നേറ്റ് യഹോവയുടെ മന്ദിരത്തിലേക്ക് പോയി. यह हन्ना जो है यहोवा के भवन में गई. നോക്കിക്കേ, ഹന്നയുടെ ഗർഭം ദൈവം അടച്ചു. हन्ना के गर्भ को परमेश्वर ने बंद कर दिया था. പെനീനയ്ക്ക് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട്. पनिन्ना के पास संतानें थी. ഈ ഹന്ന തന്റെ ദുഃഖത്തിൽ ഒത്തിരി സങ്കടമൊക്കെ പറഞ്ഞെങ്കിലും അവൾ എന്ത് ചെയ്തു? വ്യസനത്തിൽ അവൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എഴുന്നേറ്റ് യഹോവയുടെ മന്ദിരത്തിലേക്ക് പോയി. और हन्ना अपने दुख में बहुत थी लेकिन उसने इस दुख के समय क्या किया? इस दुख के समय वो परमेश्वर के भवन को गई. അവൾ അവിടെ ചെന്ന് മനോവസനത്തോടുകൂടെ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. और वो वहां जाकर मन के दुख के साथ इस प्रकार रोकर प्रार्थना कर അവള് रही കരഞ്ഞു है. പ്രാർത്ഥിക്കുമ്പോ ഒരു കാര്യം പറഞ്ഞു, वो रोकर प्रार्थना करते समय उसने एक बात को कहा, യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും हे यहोवा तू मेरी दुख को देखकर मुझे स्मरण कर. അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ और यदि मुझे ना भूलते हुए एक पुरुष संतान तुम അടിയൻ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. तो मैं उसे तेरे लिए ही अर्पण कर दूंगी जीवन भर के लिए. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. और उसके सिर पर छुरा फिरने ना पाएगा. ഞാൻ പറഞ്ഞത് ദൈവം അവളുടെ ഗർഭം അടച്ചിരിക്കുകയാണെന്ന് അവൾക്ക് അറിയത്തില്ല. ഒരു കാര്യമേ അവൾക്ക് അറിയത്തുള്ളൂ, അവളുടെ എൽക്കാനയുടെ ഭാര്യയായ പെനീനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോ എനിക്ക് കുഞ്ഞുങ്ങളില്ല. परमेश्वर ने उसके गर्भ को बंद कर रखा है, वो इस बात को नहीं जानती थी, लेकिन उसे एक ही बात को मालूम है कि पनिन्ना के पास संतानें हैं और मेरे पास नहीं है. ഇവളുടെ സങ്കടം ഇവളെ ദൈവസന്നിധിയിലേക്കാ കൊണ്ടുപോയത്. और इसका दुख इसे परमेश्वर की उपस्थिति में ले गया. ഇവിടെ സങ്കടം ഇവളെ ദൈവമായിട്ട് ഒരു ഉടമ്പടി ചെയ്യാനായി ഇടയാക്കി. और इसका दुख इसे परमेश्वर के साथ एक वाचा बांधने को मजबूर किया. ഹന്നയിൽ നിന്ന് ജനിക്കുന്ന ശമൂവേലിനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് ഹന്നയുടെ ഗർഭം ദൈവം അടച്ചു. तो हन्ना से पैदा होने वाला एक शमूएल पैदा होने के लिए परमेश्वर की एक योजना थी, इसलिए हन्ना के गर्भ को परमेश्वर ने बंद സ്വർഗ്ഗത്തിലെ किया. ദൈവത്തിനറിയാം ഹന്നയുടെ ഗർഭം അടച്ചാൽ അവള് സാധാരണ സ്ത്രീകളെ കുറിച്ച്
കുറിച്ച് പരാതി പറഞ്ഞ് പിറുപിറുത്ത് ഭർത്താവിന്റെ സ്നേഹം കൊണ്ട് സംതൃപ്തിപ്പെട്ട് ഇരിക്കുകയില്ല. ഇവൾ ദൈവസന്നിധിയിൽ വരികയും ഉടമ്പടി ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന് തമ്പുരാൻ അറിയാം. परमेश्वर को मालूम था कि हन्ना जो है यदि उसकी गर्भ को बंद कर दिया जाए तो वो यूं ही ऐसे बैठकर ठीक है अपने पति के साथ जीवन व्यतीत नहीं करेगी, लेकिन वो प्रभु के चरणों में आएगी। मैं आज भी आत्मा में आपसे एक संदेश कहती हूँ, നിന്റെ പ്രതികൂലം എത്ര വലുതാണോ അത്രയും പ്രതീക്ഷ നിന്നിൽ നിന്ന് ദൈവത്തിനുണ്ട്. जितनी ज्यादा प्रतिकूल परिस्थिति आपके जीवन में है उतनी आशा परमेश्वर आपसे रखता है। ഹല്ലേലൂയ. ഏറ്റവും നല്ല മുന്തിരി ഒരു ചക്കിനകത്തൂടെ അരഞ്ഞു വരുമ്പോഴാ ഏറ്റവും രസമായ വീഞ്ഞ് അതിൽ നിന്ന് അതിന്റെ സത്ത് പുറത്തു വരുന്നത്. सबसे अच्छा दाख जब चक्की में डालकर पीसा जाता है तभी उससे एक अच्छा दाख रस निकलता है। നീരോ ചാറോ ഇല്ലാത്ത ഒരു മുന്തിരി ആരും ചക്കിനകത്ത് അരയ്ക്കൂല. और जिसमें रस ना हो और जो रसदायक ना हो उसे कोई भी चक्की में नहीं डालता है। പകൽക്കാലം ആത്മാവിലാണ് ഞാൻ ഈ ദൂത് വിളിച്ചു പറയുന്നത്. നീ ഒരു ചക്കിനകത്തൂടെ അരഞ്ഞു പോകുന്നെങ്കിൽ ചിന്തിച്ചോ, നിന്നിൽ നിന്ന് ഏറ്റവും നല്ല സത്തും രസവും പുറത്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. आज की सुबह में आत्मा में आपसे कहती हूँ कि यदि आप किसी चक्की से होकर गुजर रहे हैं तो आप में से अच्छे रस को परमेश्वर देखता है, इसलिए आपको इससे गुजरना। പ്രയോജനമുള്ളതൊക്കെ ഹാർഡ് ടൈംസിൽ കൂടെ കഷ്ടതയിൽ കൂടെ പോയേ പറ്റും. और जो इस्तेमाल में आते हैं वो हमेशा कठिनाइयों के दौर से ही गुजरते हैं। ഒരിക്കൽ യിരെമ്യാവിനോട് തമ്പുരാൻ പറഞ്ഞു, നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ല. और एक बार यिर्मयाह से परमेश्वर ने कहा कि तू कुम्हार के घर में जा। ആ കുശവൻ അവിടെ ഇരുന്ന് പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് നീ കാണും. वो कुम्हार जो वहां पर बर्तनों को बनाता है उसे तू देख। അവൻ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ അവൻ ആഗ്രഹിക്കുന്ന ഷേപ്പിൽ വന്നില്ലെങ്കിൽ അവൻ അതിനെ പിന്നെ ഉടച്ചു വാർക്കും. वो जिस प्रकार से बर्तन को बनाता है वो आकार में नहीं आने से फिर से उसे तोड़कर फिर से आकार देता है। എന്നെയും നിന്നെയും കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അതിലേക്ക് വരാൻ വേണ്ടി ദൈവം നമ്മളെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ സ്തോത്രം പറയാൻ പഠിക്കണം. പെറുപെറുക്കിയല്ല, പ്രാഗല്ല, അത് നാശമാണെന്ന് പറയല്ലേ, ഇത് പിശാചിന്റെ പോരാട്ടമാണെന്ന് പറയല്ലേ. ദൈവം നിന്നെ വാർത്തെടുക്കുന്ന സമയം. आपको और मुझको आकार देने के लिए परमेश्वर की एक योजना है। उस समय वो हमें तोड़ता है, पीसता है, फिर से चक्की में चढ़ाता है और तब फिर कुड़कुड़ाना नहीं, ये नहीं कहना कि अरे मेरे साथ क्या हो गया, क्योंकि परमेश्वर आपको तैयार करता है। വിദ്യാസമ്പന്നനായ മനുഷ്യനാണ് പൗലോസ്. और पौलुस जो है वो बहुत ही पढ़ा लिखा व्यक्ति है। ധനികനായ ഒരു മനുഷ്യന്റെ മകനാണ് പൗലോസ്. और धनी एक व्यक्ति का बेटा है ये पौलुस। സമൂഹത്തിൽ നല്ല മാന്യതയുള്ള ഒരു മനുഷ്യനാണ് പൗലോസ്. और समाज में बहुत ही सम्मानित एक व्यक्ति है ये ആ पौलुस। മനുഷ്യനെ ദൈവം പിടിക്കുമ്പോൾ और उस मनुष्य को जब परमेश्वर पकड़ता है, അദ്ദേഹത്തിന് വെളിപ്പെട്ട് കർത്താവ് ക്രൂശിക്കപ്പെട്ട യേശു അദ്ദേഹത്തിന്റെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ മാർഗക്കാർക്കെതിരെ കുലയും ഭീഷണിയും നിശ്വസിച്ചുകൊണ്ട് ദമസ്കോസിന്റെ പട്ടണത്തിലേക്ക് യാത്രയിലായിരുന്നു. और यीशु मसीह जब उसे प्रकट होता है उस समय वो मसीहों को सताया करता था और वो दमिश्क के मार्ग में वो മഹാപുരോഹിതന്റെ അനുവാദ പത്രം മേടിച്ചുകൊണ്ട് महायाजक के अनुमति पत्र लेकर ക്രിസ്തുവിന്റെ മാർഗത്തിനെതിരെ കുലയും ഭീഷണിയും നിശ്വസിച്ചുകൊണ്ട് और मसीह के लोगों को सताने के लिए യെരുശലേമിലുള്ള ദൈവസഭയെ മുടിച്ചത് പോരാഞ്ഞിട്ട് और यरूशलेम की कलीसिया पे सताव करने के लिए ദമസ്കോസിലുള്ളവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോരുവാൻ ഒരു പടപ്പുറപ്പാടുമായിട്ട് ഇറങ്ങി തിരിച്ച പൗലോസിന്റെ മുമ്പിലാണ് ക്രൂശിക്കപ്പെട്ട യേശു വെളിപ്പെട്ടു വരുന്നത്. और दमिश्क में जब वो गया वहां पर क्रूसित यीशु उसे प्रकट हुआ। ഹല്ലേലൂയ. हालेलुया। അന്ന് വരെ യേശുവിന്റെ മാർഗത്തിനെതിരെ കുലയും ഭീഷണിയും നിശ്വസിച്ച മനുഷ്യൻ, उस समय तक यीशु के मार्ग के लिए मसीहों को सताने वाला वो व्यक्ति, അന്ന് വരെ ഇവരെ നശിപ്പിക്കുന്നത് ജീവിത വ്രതമായി സ്വീകരിച്ച മനുഷ്യൻ, उस समय तक इन्हें नाश करने के लिए अपने जीवन को सौंपने वाला व्यक्ति। ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. दमिश्क में जब वो पहुंचा तो आकाश से एक बड़ी भयंकर सनसनाहट हुई। അന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദം അവന്റെ കാതുകളിൽ വീണു. उस समय तक ना सुनाई देने वाला एक आवाज उसने सुना, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത്. हे शाऊल तू मुझे क्यों सताता है। അതിന് ശൗല് മറുചോദ്യം ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? इस पर शाऊल ने पलटकर पूछा, प्रभु तू कौन है। നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു എന്ന് പറഞ്ഞു. और उसने कहा, मैं वो यीशु हूं जिसे तू सताता है। അവൻ നോക്കിക്കേ, ശൗല് കണ്ണ് കാണാത്തവനായി
കുരുടനായി താഴെ വീണു. और देखिए शाऊल अंधे के समान होकर गिर पड़ा. അവിടെ യേശു കർത്താവ് അവനോട് പറയുകയാണ്, और वहां यीशु प्रभु से कहता है, ഞാൻ നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. और तू जिसे सताता है वो मसीह हूँ, यीशु हूँ मैं, और तू नगर में चला जा. നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് ഞാൻ പറയും. तुझे जो करना है वो मैं वहां तुझे बता दूंगा. ഇതൊരു വലിയ വെളിപ്പാടായിരുന്നു. ये एक बहुत बड़ा प्रकाशन था. അന്ന് വരെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി उस समय तक स्वयं की इच्छा के സ്വന്തം लिए, തീരുമാനങ്ങൾ അനുസരിച്ച് പോയ ഒരു മനുഷ്യൻ स्वयं निर्णय को लेकर चलने वाला एक मनुष्य, നോക്കിക്കേ, ഒരു വെളിച്ചം അടിച്ച് താഴെ വീഴുക. देखिए एक प्रकाश से वो नीचे गिर पड़ा. ഒരു വ്യക്തിയുടെ കരങ്ങളോ ഒന്നുമില്ല, ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നിയപ്പോൾ അവൻ നിലത്ത് വീണു. और किसी का हाथ नहीं, कोई व्यक्ति नहीं, लेकिन आकाश से एक रोशनी आई और वो गिर पड़ा. ആ വെളിച്ചത്തിന്റെ പിന്നിലെ ശബ്ദം പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാണിത്. और उस प्रकाश के पीछे की आवाज ने कहा कि जिसे तू सताता है वो मसीह हूं मैं. അവിടെ പൗലോസിന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ട വെളിപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, वहां पर पौलुस के जीवन में जो प्रकट हुई प्रकाशन क्या है यदि हम पूछें, അന്ന് വരെ താൻ നിഷേധിച്ച ഈ യേശുവിന്റെ മാർഗം, उस समय तक उसने जिस यीशु के मार्ग का तिरस्कार किया അത് താൻ നിഷേധിച്ചത് കൊണ്ട് അത് എന്താ ഇല്ലാതാകുന്നില്ല. और उसके रुकावट पैदा करने से वो रुक नहीं रहा है. യഹൂദന്മാരുടെ അനുവാദത്തോടുകൂടെ റോമൻ ഭരണകൂടം കാൽവറി ക്രൂശ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത യേശു ഉയർത്തെഴുന്നേറ്റവനാണ്. और यहूदियों के द्वारा वो रोमी साम्राज्य के कहे जाने पर और ये यीशु मसीह जो सौंप दिया गया वो जी उठा यीशु है. ये മഹാപുരോഹിതന്റെ അധികാരപത്രമോ കൂടെയുള്ള എന്താ പടപ്പുറപ്പാടിന് തന്റെ കൂടെ പുറപ്പെട്ടു വന്ന കൂട്ടർക്കോ ഉള്ളതിൽ അധികാരം, ഈ മുകളിൽ ഒരു അധികാരമുണ്ടെന്ന് പൗലോസിന് മനസ്സിലായി. और महायाजकों का वो अधिकार पत्र और वो दूसरे लोगों का अधिकार पत्र से बड़ा एक अधिकार, वो इससे बड़ा अधिकार ऊपर नहीं है, पौलुस जान गया. ഞാൻ ഈ പകൽക്കാലം സ്നേഹപൂർവ്വം നിങ്ങളെ ഓർപ്പിക്കും, आज की सुबह में प्रेम से आपको स्मरण दिलाती हूँ, ഈ നമ്മുടെ മേൽ ഉള്ള അധികാരം, അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. हमारे पास जो ये अधिकार है वो एक बड़ा जो अधिकार है वो हमारे परमेश्वर का है. നമ്മുടെ തലയിലെ ഒരു മുടി താഴെ വീഴണമെങ്കിൽ നമ്മുടെ തമ്പുരാന്റെ അനുവാദം വേണം. हमारे सिर का यदि एक बाल भी गिरना है तो हमारे परमेश्वर की अनुमति होनी है. നമ്മളെ ഒരാൾ അടിക്കണമെങ്കിൽ അടിക്കാൻ ദൈവം അനുവദിച്ചിട്ട്, അല്ലാതെ നമ്മളെ തൊടാൻ ആർക്കും കഴിയും. हमें यदि कोई एक व्यक्ति मारना है तो परमेश्वर की अनुमति से ये होगा, या उसके बगैर कोई ऐसा नहीं कर सकता. ദാവീദിനെ ശിമെയി ശപിച്ചപ്പോൾ ദാവീദ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നോക്കിക്കേ, ദൈവം അനുവദിച്ചിട്ടല്ലാതെ അവൻ എന്നെ ശപിക്കാൻ കഴിയില്ല, ദൈവം അനുവദിച്ചെങ്കിൽ അവൻ ശപിച്ചോട്ടെ. दाऊद ने जब शिमे ने जब दाऊद को श्राप दिया, दाऊद ने इस प्रकार से कहा, अरे वो परमेश्वर की अनुमति के बगैर वो श्राप नहीं दे നീ सकता, इसलिए मुझे കൂട്ടുകാഴ്ചയും श्राप दिया. നിന്നാ വിഷയമാകുന്നെങ്കിൽ അത് ദൈവം അനുവദിച്ചിട്ട്, അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. यदि तू दोस्तों के सामने निंदा का पात्र हो रहा है, परमेश्वर की अनुमति से है या परमेश्वर ने उसका अनुमति दिया है. ഈ എന്റെ ആത്മീയ ജീവിതത്തിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. मेरे आत्मिक जीवन के प्रारंभिक समयों में एक अनुभव हुआ मुझे. ഒരു കാര്യം ഞാൻ പറയാം, ഈ വിഷയത്തിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ അല്ലെങ്കിൽ ഈ സുവിശേഷത്തെ കുറിച്ച് ഞാനൊരു തീവ്രവാദിയാണ്. और एक बात को मैं कहूंगी कि इस सुसमाचार के विषय में या मसीह की सेवकाई के विषय में मैं बहुत ही तीव्रवादी हूँ. ഏതാണേലും മരിക്കണം, चाहे कुछ भी हो, मरना तो है. എന്നാണേലും മരിക്കണം. कभी ना कभी तो मरना അത് है. ബിപിയും ഷുഗറും കൂടി മരിക്കുന്നതിൽ എത്രയോ നല്ലതാണ് നമ്മുടെ യേശുവിന് വേണ്ടി और മരിക്കണം. वो बीपी और शुगर बढ़ के मरने से अच्छा है, कितना अच्छा है कि यीशु मसीह के लिए मर ഭീരുക്കൾ जाए. പലതവണ മരിക്കും, പക്ഷെങ്കിൽ ധൈര്യശാലികൾ ഒരൊറ്റ പ്രാവശ്യമേ മരിക്കുള്ളൂ. നീ സ്നേഹിച്ച് നിനക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്ന യേശുവിന് വേണ്ടിയാണ്, അത് എത്ര ശ്രേഷ്ഠമാണ്. और डरपोक कई बार मरते हैं, लेकिन जो साहसी लोग हैं वो एक ही बार मरते हैं. यदि मरना है तो यीशु मसीह के लिए मरे. एक कितना सौभाग्यशाली है. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഒരു അടിമാലി എന്ന പ്രദേശത്തെ ഞാൻ കൺവെൻഷന് പ്രസംഗിക്കാൻ പോയി. एक बार कन्वेंशन में मैं अंगमाली के प्रदेशों में गई. അന്നൊന്നും ഒരു മര്യാദയില്ലാതെ ഞാൻ അങ്ങ് പ്രസംഗിക്കുക. എന്റെ ആവേശത്തിൽ ഈ സുവിശേഷത്തിന്റെ സത്യം ഞാൻ അങ്ങനെ ശക്തമായി അങ്ങ് വിളിച്ചു പറഞ്ഞു. उन दिनों में बिना मर्यादा के मैं अपने आवेश में आकर सुसमाचार की सच्चाई को घोषणा करती थी. ആ സമയത്ത് അവിടെ പള്ളിയിൽ വലിയൊരു പെരുന്നാൾ നടക്കുക. उस समय वहां पर बड़ा त्योहार चल रहा था आराधनालयों में. എന്താണേലും
അവർക്ക് എന്റെ പ്രസംഗം ഒട്ടും പിടിച്ചില്ല. और चाहे कुछ भी हो उन्हें हमारा मेरा प्रचार पसंद नहीं മീറ്റിംഗ് आया। കഴിഞ്ഞ് ഞാൻ പാസ്റ്ററുടെ വീട്ടിൽ ആഹാരം കഴിച്ചിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കൂട്ടം ആളുകൾ ഓടി വന്നിട്ട് പറഞ്ഞു, ദേ അവിടെ കുറെ 10-18 പേര് ഈ മേഡത്തിനെ ഈ അമ്മയെ തല്ലാനായിട്ട് അവർ വഴിയിൽ അവിടെ റെഡിയായി നിൽക്കുകയാണെന്ന്. और ये मीटिंग के बाद कुछ लोग दौड़ कर आए और कहने लगे वहाँ कुछ 18-19 लोग जो है वो उस माता जी को मारने के लिए इकट्ठे हुए हैं। അപ്പോ പാസ്റ്ററിനോട് പറഞ്ഞു, ആന്റി അതിലെ പോകണ്ട, ഇപ്പുറത്ത് ആറുണ്ട്, അവിടെ വെള്ളം വറ്റി കിടക്ക, ഇതിലേ ഇങ്ങനെ അങ്ങ് റോഡിൽ ചെന്ന് കയറാമെന്ന് എന്നോട്. और उन्होंने कहा कि पास्टर जी उस मार्ग से नहीं जाना, इधर पर इस नदी में से ये पानी सूखा हुआ है, वहां से चले जाना। കാർ ഇതിലേ അങ്ങ് വന്നോട്ടെ, ആന്റി ഇതിലേ അങ്ങ് കയറിപ്പോ. പാസ്റ്ററിന് ഒരു വിഷമം, അവിടെ മീറ്റിങ്ങിന് വിളിച്ചിട്ട് പാസ്റ്റർ വിളിച്ചിട്ട് എന്നെ നാട്ടുകാർ തല്ലിയെന്ന് പറയുമ്പോ പാസ്റ്റർക്ക് ഒരു വിഷമം. कार उधर से जाने दो, आंटी इधर से आ जाना। और आंटी को मीटिंग के लिए बुलाया है और लोग पकड़कर पीटेंगे बोलने से वो बड़ी दुख की बात है। ഞാൻ പറഞ്ഞു, എന്റെ പാസ്റ്റർ തീയിൽ കുരുത്തതൊന്നും വെയിലത്ത് വാടുകയില്ല. मैंने कहा मेरे प्रभु के दास जो आग में जला हुआ है वो धूप से मुरझाएगा नहीं। ദൈവം എന്നെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ, ഞാൻ എന്തായാലും ഇതിലെ ഇടയ്ക്കൂടെ കയറി പോകാൻ ഞാനില്ലെന്ന് പറഞ്ഞു. परमेश्वर ने यदि मुझे सौंपता है तो सौंपने दे, मैं यहाँ से छुप कर जाने वालों में से नहीं। അങ്ങനെ ഈ കാറിൽ കയറി ഞങ്ങൾക്കറിയാം ദൂരെ അവരിങ്ങനെ കൈയൊക്കെ മടക്കി കുത്തി ഈ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് രണ്ടെണ്ണം അടിച്ച് നല്ല ഫോമിൽ നിൽക്കുക. और मुझे मालूम है कि लोग वहाँ पर हाथ मोड़ के इस प्रकार से, और त्योहार है इसलिए 2-4 पैग लगाकर उधर खड़े हुए हैं। ഇങ്ങനെ കാർ ഇങ്ങനെ അടുത്ത് അവരുടെ ഒരു അടുത്ത് ഏകദേശം ഒരു 10 അടി അടുത്ത് ചെന്നപ്പോ ഞാൻ നോക്കുമ്പോ ഈ 18 പേരും കൂടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിയുന്നു. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. और जैसे ही कार उनके पास पहुंची 10 फीट की दूरी ही थी तो मैंने देखा कि ये पूरे लोग विपरीत दिशा की ओर मुड़ गए। क्यों मुझे नहीं मालूम। ഞാനപ്പോ എന്റെ ഡ്രൈവറോട് പറഞ്ഞു, നീ കാർ കൊടുത്തു വിട്ടോളാം പറഞ്ഞു. तो मैंने कहा कि तुम कार दौड़ा लो, और ड्राइवर से कहा। അവർ ഇപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കാർ അങ്ങ് പോയി. और जब तक वो इधर मुड़े मेरी कार निकल चुकी। അവരെല്ലാരും കൂടെ പാസ്റ്ററുടെ വീട്ടിൽ ചെന്നു. और वो सब पास्टर के घर गए। വെളുപ്പിന് 5 മണിയായപ്പോ പാസ്റ്റർ എന്നെ വിളിച്ചു. सवेरे 5 बजे पास्टर ने मुझे बुलाया। ആന്റി ഒരു പ്രശ്നമുണ്ട്. आंटी एक समस्या है। ഈ കൺവെൻഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിനെ പാസ്റ്റർ വിളിക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. और कन्वेंशन के दूसरे दिन सुबह यदि पास्टर बुलाना है तो जान जाइए कि कोई समस्या ही ഞാൻ है। ചോദിച്ചു, എന്താ പാസ്റ്റർ പ്രശ്നം? मैंने कहा पास्टर क्या समस्या है। പാസ്റ്റർ എന്നോട് പറഞ്ഞു, ആന്റി അങ്ങ് വണ്ടി അങ്ങ് അവർ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി അങ്ങ് പോയി, പക്ഷെ ഇവരെല്ലാം കൂടെ എറണാകുളത്ത് ആന്റിയുടെ അടുത്ത് വരുമെന്നാ പറയുന്നത്. और जैसे ही वो लोग मुड़े और गाड़ी से आप चली गई आंटी, लेकिन ये लोग सब आंटी आपके पास एर्नाकुलम में आएंगे उन्होंने कहा है। ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഇവര് എല്ലാരും കൂടെ വണ്ടി കൂടി കളഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്ന് और പറഞ്ഞു. मैंने कहा पास्टर सब जन गाड़ी में बैठ के वहाँ आने की जरूरत नहीं है, मैं वहाँ आ जाती हूँ, उनसे कहना। ഞാൻ പറഞ്ഞു, പാസ്റ്റർ അവിടെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കും, ഞാൻ വരാം. मैंने कहा पास्टर वहाँ एक मीटिंग का आयोजन करो, मैं वहाँ പാസ്റ്റർ आऊँगी। ചോദിച്ചു, അത് വേണോ ആന്റിന്ന് ചോദിച്ചു. पास्टर ने कहा आंटी इसकी जरूरत ഞാൻ है। പറഞ്ഞു, ഞാൻ വരാം പാസ്റ്റർ, ഒരു കാര്യം വിളിച്ചിട്ട് കപ്പയൊക്കെ വെച്ച് നല്ല മീൻകറിയൊക്കെ വെച്ച് വെക്ക്, എന്താണേലും അത് കഴിച്ചിട്ട് ഞാൻ പോരുള്ളൂ എന്ന് പറഞ്ഞു. और मैंने कहा ठीक है पास्टर जी एक काम करना, आप थोड़ा कांदा वांदा पका लेना, थोड़ी मछली उछली बना कर रखना, मैं आकर खाकर भी वो वहाँ से जाऊंगी। പാസ്റ്റർ ഒരു മീറ്റിംഗ് വെച്ച് ഞാൻ അവിടെ ചെന്നു. और पास्टर ने एक सभा का आयोजन किया, मैं वहाँ पर गई। ഇവർ 10-18 പേര് വന്ന് കസേരയൊക്കെ എടുത്ത് മുറ്റത്ത് ഇങ്ങനെ ഇരിക്കും. और कुछ 10-18 लोग वहाँ पर बैठकर कुर्सियां लेकर आंगन में बैठे हैं। ഞാനിങ്ങനെ ഒരു ഭക്തന് വേണ്ടി യഹോവയാണ് യുദ്ധം ചെയ്യുന്നതെന്ന് ഞാൻ വളരെ ശക്തമായിട്ട് പ്രസംഗിച്ചു. और मैंने सामर्थ्य प्रचार किया कि एक भक्त के लिए परमेश्वर यहोवा युद्ध करता है। ചുരുക്കി പറഞ്ഞപ്പോ ഞാൻ എന്റെ പ്രസംഗം കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി എന്തെങ്കിലും ചെയ്ത തമ്പുരാൻ അവരെ അടിക്കുമെന്ന് മനസ്സിലായി. और मेरे प्रचार के बाद उन्हें पता चल गया यदि हम कुछ करेंगे तो जरूर से परमेश्वर उनकी पिटाई ഒരു करेगा। ഭക്തനെ തൊട്ട് കഴിഞ്ഞാൽ ദൈവം എഴുന്നേക്കുമെന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. और यदि भक्त को कोई छुए तो परमेश्वर उठ खड़ा होगा, मैंने व्यक्ति रूप से प्रचार किया മീറ്റിംഗ് था। കഴിഞ്ഞാൽ അവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആന്റിയോട് സംസാരിക്കാം. मीटिंग के बाद उन्होंने कहा आंटी हमें आपसे बातचीत करनी है। അപ്പൊ ഞാൻ പറഞ്ഞു സംസാരിക്കാം, പക്ഷെ ഈ കൊല്ലാൻ കൊണ്ടുപോകുന്ന അന്ത്യ ആശ എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ കപ്പയും മീൻകറിയും തിന്നിട്ട് സംസാരിക്കാം. मैंने कहा ठीक है मैं बातचीत तो करूंगी, लेकिन ये मारने के लिए ले जाने वालों की अंतिम इच्छा को पूछा जाता है, इसलिए मैं ये कांदा और मछली खाकर ही बातचीत അപ്പൊ करूंगी। ഞാൻ കപ്പയും മീൻകറിയും ഒക്കെ കഴിച്ചിട്ട് ഇവരുമായിട്ടിരുന്ന ഒരു 2-3 മണിക്കൂർ സംസാരിച്ചു. तब मैंने कांदा और मछली खाने के बाद इनसे 2-3 घंटे बैठकर बातचीत किया। നിങ്ങൾക്കറിയാമോ, ആ സംസാരത്തിന്റെ അവസാനം ആ പാസ്റ്ററുടെ അവിടെ ഉണ്ടായിരുന്ന അത്രയും കാലഘട്ടം ആ പാസ്റ്ററുടെ സെമിത്തേരിയിലെ കാട് വെട്ടിക്കൊടുക്കുന്നതും നോട്ടീസ് മീറ്റിങ്ങിന് ഒറ്റിക്കുന്നതും ഫ്ലെക്സ് എന്താ വലിച്ചു കെട്ടാനും എല്ലാം ഈ കുഞ്ഞുങ്ങളായിരുന്നു പിന്നെ കൂടെ ഉണ്ടായിരുന്നത്. तो आपको मालूम है उसके बाद के पूरे समय में उस पास्टर के लिए कन्वेंशन सभाओं का आयोजन करने, नोटिस लगाने और सारे काम को करने के लिए यही बच्चे लोग साथ रहते हैं। ഹല്ലേലൂയ. हालेलुया हालेलुया. हालेलुया। അപ്പോസ്തലനായ പൗലോസിന് ഈ വെളിപ്പാട് ലഭിച്ച
മരിച്ചപ്പോ കിട്ടിയ ഒരു ഉറപ്പ്. तो प्रेरित पौलुस को जब ये प्रकाशन मिला तो उसे जो मिली थी एक निश्चयता. റോമിലുള്ള ദൈവസഭയ്ക്ക് എഴുതുമ്പോൾ അദ്ദേഹം എഴുതി തുടങ്ങുന്നത് रोमियो के कलीसिया को जब वो लिखता है तो इस प्रकार से शुरू करता है. ഈ ക്രിസ്തു ആരാന്ന് നിങ്ങൾക്കറിയാമോ? അവൻ ദൈവത്തിന്റെ പുത്രനാണ്. और ये मसीह कौन है तुम जानते हो? ये परमेश्वर का पुत्र है. ആമേൻ. आमीन. അന്ന് വരെ ഈ മാർഗത്തിനെതിരെ നിന്ന മനുഷ്യൻ പറയാണ് ഇത് ദൈവത്തിന്റെ പുത്രനാണ്. उस समय तक इस मार्ग के विरोध में रहने वाला व्यक्ति कहता है ये परमेश्वर का पुत्र है. മാത്രമല്ല ഇവനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ നേരത്തെ എഴുതിയ ഒരു വാഗ്ദത്തമുണ്ട്, ഒരു പ്രോമിസ് ഉണ്ട്. और कारण कि इसके लिए भविष्यवक्ताओं ने जो लिखा एक प्रॉमिस प्रतिज्ञा भी है. ഇവനിൽ കൂടെ വെളിപ്പെടുന്നു എന്ന സുവിശേഷത്തെ കുറിച്ച് മുൻപ് കൂട്ടി പ്രവാചകന്മാര് നിമിത്തം എഴുതിയതിനകത്ത് ആ സുവിശേഷത്തിന് വേണ്ടി എന്നെ വേർതിരിച്ചിട്ട് വിളിച്ചതാ. और उसने उस भविष्यवक्ताओं ने जो लिखा है उस सुसमाचार के लिए ही उसके निमित्त मुझे बुलाकर अलग किया गया है. उसने कहा ആമേൻ. आमीन. ഹല്ലേലൂയ. हालेलुया. എന്റെ കഷ്ടകാലം കൊണ്ട് ഞാൻ ഇതിനകത്ത് വന്നെന്നല്ല, मेरी कष्ट समयों के कारण मैं इसमें आया ऐसा नहीं. ഗതികേട് കൊണ്ട് വന്നെന്നല്ല, मैं अपनी किसी खराबी से यहाँ आया ऐसा नहीं. കൂട്ടി പ്രവാചകന്മാരുടെ നിമിത്തം വാഗ്ദത്തം ചെയ്ത ഈ സുവിശേഷത്തിന് വേണ്ടി ദൈവം എന്നെ വേർതിരിച്ചു, സെപ്പറേറ്റ് ചെയ്തിട്ടാണ് എന്നെ വിളിക്കുന്നത്. और भविष्यवक्ताओं के द्वारा प्रतिज्ञा की गई सुसमाचार के निमित्त ही मुझे बुलाकर अलग किया गया है इस कार्य के लिए. വിളിച്ചിട്ട് വേർതിരിക്കുകയല്ല, വേർതിരിച്ച് അങ്ങോട്ട് നിർത്തിയേച്ച് വിളിക്കുക. और बुलाकर अलग किया गया नहीं, लेकिन अलग करके फिर बुलाया गया. ആമേൻ. आमीन. അതൊരു സ്പെഷ്യൽ വിളിയാ. वो एक विशेष बुलाहट है. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ 8-ാം അധ്യായം വരെ 9-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗം വരെ അപ്പോസ്തല പ്രവൃത്തികളിൽ ദൈവസഭയെ മുടിച്ച മനുഷ്യൻ, നോക്കിക്കേ, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സാക്ഷികളുടെ വസ്ത്രം സൂക്ഷിച്ചു വെച്ച മനുഷ്യൻ, അത് അവന് സമ്മതമായിരുന്നെന്ന് പറയുന്നവൻ, അവൻ നോക്കിക്കേ സഭയെ മുടിച്ചു കളഞ്ഞവൻ, എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും തമ്പുരാൻ ഇവനെ വേർതിരിച്ചവൻ. और प्रेरित के काम की किताब में वो कलीसियाओं को सताने वाला व्यक्ति, वो बहुत ही उपद्रव करने वाला व्यक्ति, लेकिन इसे परमेश्वर ने बुलाया और अलग किया है. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ആരെങ്കിലും സുവിശേഷത്തിനെതിരെ പ്രതികരിക്കുന്നത് കണ്ട് നമ്മൾ നിരാശപ്പെടണ്ട. एक बात याद रखें कि आज सुसमाचार के निमित्त यदि कोई भी विरोधाभास करता है तो हमें डरने की जरूरत नहीं है. 18 വർഷം ഈശ്വര നിഷേധിയായി ജീവിച്ച വ്യക്തിയാണ് ഞാൻ. और 18 साल नास्तिक बनकर जीने वाली व्यक्ति थी. ദൈവത്തെ അന്വേഷിച്ച് 6000 അടി പൊക്കമുള്ള മലകളിൽ ഞാൻ നടന്നു കയറിയിട്ടുണ്ട്. और 6000 फीट ऊंचे उस पर्वतों पर चढ़कर मैं ईश्वर की सेवा करने गई. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നാം പാപികളും ബലഹീനരും ശത്രുക്കളുമായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചതാണ്. इसलिए पौलुस कहता है जब हम पापी थे, बलहीन थे, हम शत्रु थे, उसी समय परमेश्वर ने हमसे प्रेम किया. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ നീതിപ്രവൃത്തി കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ അല്ല, നാം ശത്രുക്കളും ബലഹീനരും പാപികളുമായിരിക്കുമ്പോഴും അവൻ നമ്മെ സ്നേഹിച്ചതാണ്. हमारी धार्मिकता के काम या हमारे पुण्य प्रवृत्ति के कारण नहीं, लेकिन जब हम पापी और अधर्मी थे उसी समय प्रभु ने हमसे प्रेम किया. അതുകൊണ്ട് പൗലോസ് പറയാണ് അവൻ എന്നെ വേർതിരിച്ചു വിളിച്ചു. तो पौलुस कहता है कि उसने मुझे अलग करके എന്നെ बुलाया. അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമാണ് ഞാൻ. और मैं प्रेरित और प्रभु यीशु का दास हूँ. ദാസൻ എന്നുള്ളതിന്റെ യഥാർത്ഥ മീനിങ്, അതിന്റെ ഒറിജിനൽ മൂലഭാഷയെ പഠിച്ചാൽ സ്ലേവ് എന്ന, സ്ലേവ്. और दास का जो यथार्थ उसका अर्थ है, यदि मूल भाषा में जाने तो वो दासत्व में है. അടിമ. वो बंधुआ गुलाम है. അടിമയ്ക്ക് യാതൊരു അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ല. और गुलाम के पास किसी प्रकार की कोई स्वतंत्रता नहीं. യജമാനൻ എന്ത് പറയുന്നു അത് അവൻ ചെയ്തിരിക്കും. स्वामी जो कहता है वही ये गुलाम करना है. ഈ പൗലോസ് പറയാണ് ഞാൻ യേശുവിന്റെ ഒരു അടിമയാണ്. तो पौलुस कहता है कि मैं यीशु मसीह का एक दास हूँ. എന്നിട്ട് പറയാണ് उसके बाद कहता है ഈ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് दाऊद की संतान बनकर पैदा हुआ और मृतकों में से जी उठा, इसलिए വിശുദ്ധിയുടെ ആത്മാവ്
സംബന്ധിച്ച് ഇവൻ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടതാണ്. और पवित्र आत्मा के द्वारा ये परमेश्वर का पुत्र है, ये घोषणा की गई है. എന്നിട്ട് അദ്ദേഹം 16-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഈ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. और उसके बाद वो कहता है कि सुसमाचार के निमित्त में लजाता नहीं हूं. ഈ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, കാരണം ഇത് വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നെ യവനനും, ഇത് രക്ഷയ്ക്കായിട്ട് ദൈവത്തിന്റെ ശക്തിയാണ്. और मैं इस सुसमाचार के निमित्त लजाता नहीं, क्योंकि यहूदियों के लिए, यूनानियों के लिए ये परमेश्वर की सामर्थ है. എന്നാൽ നമ്മുടെ പ്രശ്നം എന്തായിരുന്നു? तो हमारी समस्या क्या है? അവര് ദൈവത്തെ ആ ദൈവമെന്നറിഞ്ഞ് അതിന് തക്ക മഹത്വം കൊടുത്തില്ല. उन्होंने परमेश्वर को परमेश्वर जानकर उस महिमा को नहीं दिया. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവും സൃഷ്ടിയുടെ പ്രാരംഭം മുതൽ വെളിപ്പെട്ടെങ്കിലും ആ ദൈവത്തെ ദൈവമെന്നറിഞ്ഞ് നമുക്ക് മഹത്വം കൊടുക്കാൻ കഴിയും. उसकी दिव्य शक्ति और महानता शुरू से प्रकट हुई, लेकिन फिर भी उसको जानकर उसको उस प्रकार महिमा नहीं കഴിഞ്ഞ दिया. 2 ദിവസമായിട്ട് ഞാൻ എന്റെ ബ്രദറിന്റെ മോന്റെ ലിവറിന്റെ വിഷയങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. बीते 2 दिनों से मैं अपने भाई के उस लिवर का विषय जो है आपसे बांट रही हूँ. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും संसार का सबसे बेस्ट हॉस्पिटल है അവന്റെ टॉकी. ജീവിതത്തിന് വിടുതൽ കൊടുക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. उसके जीवन का छुटकारा देने के लिए सिर्फ परमेश्वर से संभव है, ये मैं जानती हूँ. കാര്യം ആ ദൈവത്തിന്റെ ആ നിത്യശക്തിയും ദിവ്യത്വവും തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. क्योंकि परमेश्वर की उस दैविक शक्ति और दैविक बातों को मैंने पहचाना है. इसलिए നമുക്ക് പ്രശ്നം വരുന്നത് ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞിട്ട് അതിന് തക്ക മഹത്വം കൊടുക്കാൻ കഴിയുന്നില്ല. और हमारी समस्या ये है कि परमेश्वर को परमेश्वर जानकर हम उसके हिसाब से उसको महिमा नहीं दे पाते. അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. उसका उदाहरण मैं बताऊंगी. സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ദൈവം, सूर्य और चंद्रमा की रचना करने वाला परमेश्वर, ആ ദൈവത്തിന്റെ ഒരു പടം നമ്മൾ വരച്ച് ആരെ കൊണ്ട് വരപ്പിച്ചിട്ട് और उस परमेश्वर का एक चित्र हम किसी से बनवाते. ദൈവത്തെ ആരും ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറയുമ്പോ ഏതോ കലാകാരന്റെ ഭാവനയിലുള്ള ഒരു ചിത്രം വരച്ചിട്ട് നമ്മൾ അതിന്റെ മുമ്പിൽ ഒരു 0 വോൾട്ട് ബൾബ് ഇട്ട് കൊടുക്കും. और परमेश्वर को कभी किसी ने नहीं देखा है, ये कहते हुए हम परमेश्वर किसी कलाकार से एक चित्र बनवाते हैं और एक 0 वोल्ट का बल्ब भी उस के सामने लगा देते हैं. അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം, और हम कहते हैं सारी सृष्टि का बनाने वाला സർവ്വഭൂമിയുടെ परमेश्वर, നാഥനായവൻ, सारी पृथ्वी का रचयिता അവൻ परमेश्वर, പകൽ വെളിച്ചത്തിന് സൂര്യനെ ഉണ്ടാക്കുന്നു. और वो सूर्य और चंद्रमा को बनाता है. അവന് നമ്മുടെ 0 വോൾട്ട് ബൾബ് വേണോ? तो क्या उसे हमारा एक 0 वोल्ट का बल्ब चाहिए? അവന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അവനെ സ്തുതിക്കാൻ നമുക്ക് കഴിയും. उसकी महिमा को पहचान कर हमें उसकी स्तुति करना है. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയത്തില്ലെങ്കിൽ തമ്പുരാൻ പറഞ്ഞു, ഈ മലയാളത്തിൽ ഒരു പറച്ചിലുണ്ട്, ഈ അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിച്ചേക്കാൻ പറഞ്ഞു. और इस प्रकार से यदि समझ में ना है तो मलयालम में कहावत है, जिस मार्ग में मारकर भेजे नहीं जाएगा, तो जिस मार्ग में जा रहा है उसमें मार्ग पर भेज दो. ആമേൻ. हालेलुया. തമ്പുരാൻ ഉടനെ വടിയുമായിട്ട് ചെന്ന് ആരെയും പിടിക്കത്തൊന്നുമില്ല. परमेश्वर रास्ते में डंडा लेकर खड़े होकर किसी को रोकता नहीं है. ഇതെല്ലാം അവന്റെ നിത്യശക്തിയും ദിവ്യത്വവും അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുമ്പോൾ അത് അംഗീകരിക്കാൻ നിനക്ക് മനസ്സില്ല. തമ്പുരാൻ ഒരു വിരോധവുമില്ല. और उसकी दैविक शक्ति सामर्थ्य को, उस बातों को यदि तो समझने के लिए अपने आप को नहीं समर्पित करता है तो परमेश्वर को कोई विरोध नहीं, कोई बात नहीं. പൗലോസിന് അത് പിടികിട്ടിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു വെളിച്ചം, നട്ടുച്ചയ്ക്ക് സൂര്യദേവനിൽ നിന്ന് ഒരു വെളിച്ചം അടിച്ചപ്പോൾ അവൻ താഴെ വീണു, അവന് കണ്ടു. और पौलुस को ये कब पता चला? जब उसके जीवन में एक बहुत ही बड़ा प्रकाश उसके आंखों में जब पड़ा, और तब वो उसको इस बात की समझ आई. മനസ്സിലാകത്തില്ലെങ്കിൽ പിന്നെ ദൈവത്തിന്റെ കരുണ കൊണ്ട് നമുക്ക് ചില കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകൾ അല്ല ദൈവത്തെ കാണാനുള്ള അവസരം ദൈവം നമുക്ക് തരും. और नहीं समझ आने पर परमेश्वर कुछ ऐसी बातों को हमारे जीवन में लेकर आता है जिससे हम परमेश्वर को जान सके. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, इसलिए प्रेरित पौलुस कहता है, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തണം. परमेश्वर की दया तुझे मन फिराव में ले जानी है.
ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നെന്ന് അറിയാതെ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? और परमेश्वर की റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാ रोमियो की पत्री उसका 2 का 4था वचन हम पढ़ रहे हैं और वहां पर इस प्रकार से लिखा हुआ है, क्या तू उसकी कृपा और सहनशीलता और धीरज रूपी धन को तुच्छ जानता है? क्या यह नहीं समझता कि परमेश्वर की कृपा तुझे मन फिराव को सिखाती है? എന്നിട്ട് പറയാണ്, നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. और इसके बाद कहता है, पर तू अपनी कठोरता और हठीले मन के कारण उसके क्रोध के दिन के लिए, जिसे परमेश्वर का सच्चा न्याय प्रकट होगा, अपने लिए क्रोध